ക്ലാസിഫിക്കേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പി ഡി ആണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ പി ഡി എന്താണെന്ന് കണ്ടു. പി ഡി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്ത ഇക്വേഷനാണ് പി ഡി. ഈ പി ഡി ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഒരു സർഫസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു പി ഡി ഫോം ചെയ്യാം. അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസിനെയും ആർബിട്രറി ഫങ്ഷൻസിനെയോ എലിമിനേറ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു പി ഡി ഫോം ചെയ്യാമെന്ന് കണ്ടു. ഇനി ഈ പി ഡി 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീനിയർ, സെമി ലീനിയർ, ക്വാസി ലീനിയർ, നോൺ ലീനിയർ, 4ആയി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ലീനിയർ ഇക്വേഷൻ. An equation or a first order PD is said to be linear equation if it is linear in P, Q and Z. അതായത് നമ്മൾ പി ക്യു ഇസഡ് ഇതിൻ്റെ ടേംസിൽ ലീനിയർ ആയിരിക്കണം. അതായത് ഇതിൻ്റെ പി ക്യു ഇസഡ് ഈ 3 എണ്ണത്തിൻ്റെ പ്രോഡക്റ്റുകളോ പ്രോഡക്റ്റ് ടേംസ് ഒന്നും നമ്മുടെ ഇക്വേഷനിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ലീനിയർ ഇൻ പി ക്യു ഇസഡ് ആവില്ല. ലീനിയർ ഇൻ പി ക്യു ഇസഡ് എന്ന് പറയുമ്പോൾ പിയുടെ ടേമുള്ള ടേമിൽ ക്യൂओ ഇസഡോ വരാൻ പാടില്ല. അതുപോലെ ക്യൂ ഉള്ളിടത്ത് പിയോ ഇസഡോ വരാൻ പാടില്ല. ഇസഡ് ഉള്ളിടത്ത് പിയോ ക്യൂओ ഇസഡോ വരാൻ പാടില്ല. അതിൻ്റെ എല്ലാം ഡിഗ്രി എന്തായിരിക്കണം? അതിൻ്റെ എല്ലാം എക്സ്പോണൻറ്റ് 1 ആയിരിക്കണം. അതിൻ്റെ എല്ലാം പവർ 1 ആയിരിക്കണം. പി ക്യൂ ഇസഡ് ഇതിൻ്റെ എല്ലാം പവർ 1 ആയിരിക്കണം. അതെല്ലാം അതിൻ്റെ കൂടെ അതിൻ്റെ ടേംസോ അതിൻ്റെ പവേഴ്സോ വരാൻ പാടില്ല ഇക്വേഷനിൽ. സോ അതാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി ഫോം പി ഓഫ് എക്സ് വൈ ഇൻറ്റു പി പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇൻറ്റു ക്യൂ ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് എസ് ഓഫ് എക്സ് വൈ. നോക്കുക, അവിടെ പി ഓഫ് എക്സ് വൈ പി എന്ന് പറയുന്ന ടേം വന്നിട്ടുണ്ട്. പിയുടെ കൊയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് പി ഓഫ് എക്സ് വൈ ആണ്. എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷനെ ഇതിൻ്റെ കൊയഫിഷ്യൻ്റ് ആയിട്ട് വരുള്ളൂ. അവിടെ ക്യൂവിൻ്റെ കൊയഫിഷ്യൻ്റ് ആയിട്ട് ക്യൂ ഓഫ് എക്സ് വൈ എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷനെ വരുള്ളൂ. ഇസഡിൻ്റെ കൊയഫിഷ്യൻ്റ് ആയിട്ട് എക്സും വൈയും മാത്രമുള്ള ഫംഗ്ഷനാണ്. ബാക്കിയുള്ള മിച്ചമുള്ളത് എക്സും വൈയും മാത്രമുള്ള ടേംസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. കാരണം ഇതിൻ്റെ എല്ലാം എക്സ്പോണൻ്റ് ഇതിൻ്റെ എല്ലാം പവർ 1 ആണ്. മാത്രമല്ല പ്രൊഡക്റ്റ് ടൈംസ് ഓഫ് പി ക്യൂ ഇസഡ് ഇതൊന്നും വന്നിട്ടില്ല. ഇതൊരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം. അടുത്തത് സെമി ലീനിയർ ഇക്വേഷൻ. എ ഫസ്റ്റ് ഓർഡർ പി ഡി ഈസ് സെഡ് ടു ബി സെമി ലീനിയർ if it is linear in P and Q and the coefficients of P and Q are functions of x and y only. അതായത് ഇക്വേഷൻ പിയിലും ക്യൂവിലും ലീനിയർ ആണ്. ഇസഡിലും ലീനിയർ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പിയുടെയും ക്യൂവിൻ്റെയും കോഎഫിഷ്യൻസിനകത്ത് ഇസഡിൻ്റെ ടേംസ് വരാൻ പാടില്ല. അതായത് പ്രോഡക്റ്റ് ഓഫ് പി ഇസഡും വരാൻ പാടില്ല, പ്രോഡക്റ്റ് ഓഫ് ക്യൂ ഇസഡും വരാൻ പാടില്ല. മാത്രമല്ല പിയുടെയും ക്യൂവിൻ്റെ പവർ 1 ആയിരിക്കണം. മാത്രമല്ല ഇസഡിൻ്റെ ടേംസ് നമുക്ക് വേണമെങ്കിൽ വരാം. ഇസഡിൻ്റെ ടേംസിൻ്റെ പവർ 1 ആവണമെന്ന് നിർബന്ധമില്ല. ഇസഡിൻ്റെ ടേംസ് ലീനിയർ ആവണമെന്നില്ല. പക്ഷേ പിയുടെയും ക്യൂയുടെയും ടേംസ് ലീനിയർ ആയിരിക്കണം. അത് നോക്കാം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി ഫോം പി ഓഫ് എക്സ് വൈ ഇൻറ്റു പി പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇൻറ്റു ക്യൂ ഈക്വൽ ടു ആർ ഓഫ് എക്സ് വൈ ഇസഡ്. ഇസഡിൻ്റെ ടേംസ് വേണമെങ്കിൽ ഇസഡ് സ്ക്വയറോ ഇസഡ് ക്യൂബോ എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ പിയും ക്യൂവും ലീനിയർ ആയിട്ട് വേണം വരാൻ. പിൻ്റെ കോഎഫിഷ്യൻസ് വരുന്നതിനകത്ത് എക്സോ ഈ മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ ക്യൂവിൻ്റെ കോഎഫിഷ്യൻസിൽ എക്സും വൈ മാത്രമേ വരാൻ പാടുള്ളൂ. ഇസഡ് വരാൻ പാടില്ല. അടുത്തത് ക്വാസി ലീനിയർ ഇക്വേഷൻ. ക്വാസി ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജനറലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിയും ക്യൂ ഇസഡിന് ലീനിയർ ആവണം. ഇവിടെ പിയും ക്യൂവിനും ലീനിയർ ആയാൽ മതിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. The first order PD is said to be quasi-linear if it is linear in P and Q. Linear in P and Q, but the coefficients can be functions of x, y and z. ഇവിടെ ഒരു ഡിഫറൻസ് വന്ന ഇതാണ്. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻസ് എക്സ് വൈ ഇസഡിൻ്റെ ടേംസ് വരാം. ഫസ്റ്റ് ഓർഡർ തന്നെയാണ്. അതായത് പിൻ്റെ പവറും ക്യൂവിൻ്റെ പവറും 1 തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എക്സ് വൈ ഇസഡിൻ്റെ പ്രൊഡക്ട്സൊക്കെ വരാം. ഇസഡും പിയും തമ്മിലുള്ള പ്രൊഡക്റ്റ് വന്നെങ്കിലും വെച്ച് ഇതിന് കുഴപ്പമൊന്നുമില്ല, നോൺ ലീനിയർ ആവത്തില്ല. ഇതെന്താണ്? ക്വാസി ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. ഇസഡിൻ്റെ ഫംഗ്ഷൻ എല്ലാ കോഎഫിഷ്യൻസ് ആയിട്ട് എക്സ് വൈ ഇസഡുകളുടെ ഫംഗ്ഷൻ വരാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നോൺ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിലൊന്നും അല്ലാത്ത ഇക്വേഷൻസാണ് നോൺ ലീനിയർ ഇക്വേഷൻ. That is the PD of the form f of x, y, z, p, q equal to 0, which do not come under the for both 3 types is called non-linear.
അതായത് നമ്മുടെ പവർ പിയുടെയും ക്യൂവിൻ്റെയും പവർ ഇത് ഫസ്റ്റ് ഓർഡർ അതിന് ഫസ്റ്റ് ഡിഗ്രിയും കൂടെ വരണം. എന്നാൽ ഫസ്റ്റ് ഓർഡർ പി ഡി ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ വല്ല ഓർഡർ പി എ ക്യൂ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്, പി എന്ന് പറയുന്നത് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഓർഡർ പി ഡികളാണ്. ഇനി അത് നോൺ ലീനിയർ ലീനിയർ അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. നോൺ ലീനിയർ ആവണമെങ്കിൽ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ പിയുടെയും ക്യൂവിൻ്റെയും പവേഴ്സ് ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് അത് നോൺ ലീനിയർ ആകുന്നത്. ഇവിടെ ഈ 3 ടൈപ്പിനകത്ത് മാത്രമേ എന്ത് വരുള്ളൂ, പിയുടെയും ക്യൂവിൻ്റെയും പവേഴ്സ് 1 ആയിട്ട് വരുന്ന 3 ടൈപ്പ് ഉണ്ട്. 3 പറഞ്ഞു, ലീനിയർ, സെമി ലീനിയർ, ക്വാസി ലീനിയർ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും, പിയുടെയും ക്യൂവിൻ്റെയും പവേഴ്സ് ഒന്നിൽ കൂടുതൽ വരും, അതാണ് നോൺ ലീനിയർ പി ഡി വരിക. അതും അല്ലെങ്കിൽ നോൺ ലീനിയർ പി ഡി വരുന്ന എപ്പോഴായിരിക്കും, പിയുടെയും ക്യൂവിൻ്റെയും പവറോ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റോ വരികയാണെങ്കിൽ, പിയുടെയും ക്യൂവിൻ്റെയും പ്രൊഡക്റ്റ് ടേംസോ വരികയാണെങ്കിൽ അത് നോൺ ലീനിയർ പി ഡി എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, വൈ പി മൈനസ് എക്സ് ക്യൂ ഈക്വൽ ടു എക്സ് ഇസഡ് വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കാം. ഇതിനകത്ത് പിയുടെ കോഎഫിഷ്യൻ്റ് എക്സിൻ്റെ വൈയുടെയും ഫംഗ്ഷൻ മാത്രമാണ്, ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് വൈയുടെ ഫംഗ്ഷൻ മാത്രമാണ്. അതുപോലെ ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് എക്സ് വൈയുടെ ഫംഗ്ഷനാണ്. പിന്നെ ഒരു എക്സ് എന്ന് പറഞ്ഞ ടേം, അതും അതിനകത്ത് ഇസഡ് എന്ന് പറഞ്ഞ ടേംസോ അതിൻ്റെ ഒന്നും പവർ ടേംസോ ഒന്നുമില്ല. സോ അതൊരു ലീനിയർ ഇക്വേഷനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഇ റൈസ് ടു എക്സ് പി മൈനസ് വൈ എക്സ് ക്യൂ ഈക്വൽ ടു എക്സ് ഇസഡ് സ്ക്വയർ. ഇത് നോക്കാം. ഇതിനകത്ത് പിയുടെ കോഎഫിഷ്യൻസ് ആയിട്ട് എക്സ് വൈയുടെ ഫംഗ്ഷൻ, ക്യൂവിൻ്റെ കോഎഫിഷ്യൻസ് എക്സ് വൈയുടെ ഫംഗ്ഷൻ. പക്ഷേ ഇസഡിൻ്റെ ടേംസിനകത്ത് നോക്കാം, ഇസഡിൻ്റെ എക്സ്പോണൻറ്റ് 1 കൂടുതൽ വന്നിട്ടുണ്ട്. സോ ഇതൊരു സെമി ലീനിയർ ഇക്വേഷനാണ്. ആൻഡ് തേർഡ് വൺ നോക്കാം, എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു പി പ്ലസ് മൈനസ് എക്സ് വൈ ഇൻറ്റു ക്യൂ ഈക്വൽ ടു ഇസഡ് ക്യൂബ് എക്സ് പ്ലസ് വൈ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഈ 3 ലീനിയറും അല്ല സെമി ലീനിയറും അല്ല, ഇതൊരു ക്വാസി ലീനിയർ പി ഡി ആണ്. ലാസ്റ്റ് വൺ നോക്കുക, പി ക്യൂ ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് പിയുടെയും ക്യൂവിൻ്റെയും പ്രോഡക്റ്റ് ടൈം വന്നിട്ടുണ്ട്. സോ ഇതൊരു നോൺ ലീനിയർ പി ഡി ആണ്. അടുത്തതായിട്ട് പറയുന്നത് ഇങ്ങനത്തെ പി ഡിയുടെ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. പി ഡിയുടെ സൊല്യൂഷൻസിനെ നമ്മൾ സാധാരണ ഇൻറ്റഗ്രൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് ഇൻറ്റഗ്രൽ സർഫസ് എന്നാണ് അതിന് പറയാം. പി ഡിയുടെ സൊല്യൂഷനായിട്ട് വരുന്ന സർഫസുകളാണ് വരിക. ഫസ്റ്റ് ഓർഡർ പി ഡിയുടെ സൊല്യൂഷൻസ് വരുന്ന സർഫസുകളാണ്. ഈ സർഫസിനെ നമ്മൾ ഇൻറ്റഗ്രൽ സർഫസ് എന്ന് പറയാറുണ്ട്. ഇനി ഇൻറ്റഗ്രൽ സർഫസുകൾ പലതരത്തിലുണ്ട്, അതിനെക്കുറിച്ചാണ് ഈ കാണാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഫസ്റ്റ് വായിക്കാം. കൺസിഡർ ദ ഫസ്റ്റ് ഓർഡർ പി ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈക്വൽ ടു 0 എന്ന ഫോമിലുള്ള ഒരു ഫസ്റ്റ് ഓർഡർ പി ഡി കൺസിഡർ ചെയ്യാം. ദെൻ എ സൊല്യൂഷൻ ഓഫ് 1 is in a region D subset of R cross R is given by Z as a continuously differentiable function of x and y for all xy in domain D. That is, a solution Z equal to Z of xy is a surface in 3-dimensional space and is called an integral surface of the PDE. അതായത് ഈ ഫംഗ്ഷൻ ഈ ഫസ്റ്റ് ഓർഡർ പി ഡിയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു സർഫസ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു സർഫസാണ് കിട്ടുക. ആ സർഫസിനെ നമ്മൾ ഇൻറ്റഗ്രൽ സർഫസ് എന്നാണ് വിളിക്കുക. ഇനി ഇൻറ്റഗ്രൽ സർഫസ് പലതരത്തിലുണ്ട്. അത് ഫസ്റ്റ് വണ്ണാണ് കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ. അതായത് ദ റിലേഷൻ ഓഫ് ദ ടൈം എഫ് ഓഫ് എക്സ് വൈ സെഡ് എ ബി ഈക്വൽ ടു 0 leads to a PDE of the first order. Any such relations which contains two arbitrary constants a and b is a solution of first order PDE is said to be complete integral or complete solution. അതായത് ഒരു സൊല്യൂഷൻ വിത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ കണ്ടിരുന്ന ഒരു ഫംഗ്ഷൻ സർഫസിൻ്റെ ഇക്വേഷനിൽ നിന്ന് പി ഡി ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്ത് പി ഡി ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കറസ്പോണ്ടിങ് പി ഡിയുടെ ഒരു സൊല്യൂഷനാണ് ആ നമ്മൾ ഫോം ചെയ്യാൻ ഉപയോഗിച്ച സർഫസ്. അതൊരു 2 ആർബിട്രറി കോൺസ്റ്റൻസിനുള്ള ഒരു സർഫസ് ആയിരുന്നു ഉപയോഗിച്ചത്. ആ സർഫസ് എന്താണ്, ഒരു കംപ്ലീറ്റ് ഇൻറ്റഗ്രലാണ്. അതായത് നമ്മളൊരു പി ഡിയുടെ സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സർഫസുകളുടെ കളക്ഷൻ ഓഫ് സർഫസിൽ 2 പാരാമീറ്റേഴ്സ് 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സർഫസ് ഒരു കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ എന്ന്
അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയും. അടുത്തത് ജനറൽ സൊല്യൂഷൻ. എ റിലേഷൻ ഓഫ് ദ ടൈപ്പ് എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 ഇൻവോൾവിംഗ് ആൻ ആർബിട്രറി ഫംഗ്ഷൻ കണക്റ്റിംഗ് ടു അൺനോൺ ഫംഗ്ഷൻസ് യു ആൻഡ് വി ഓഫ് എക്സ് വൈ ഇസഡ് പ്രൊവൈഡിംഗ് എ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പി ഡി ഇ ഈസ് കോൾഡ് ജനറൽ സൊല്യൂഷൻ ഓർ ജനറൽ ഇൻ്റഗ്രൽ. അതായത് നമുക്ക് ഒരു പി ഡി ഇ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രണ്ട് ഫങ്ഷൻസ് കണ്ടുപിടിക്കാം, യുവും വിയും ഓഫ് ഫങ്ഷൻസ് ഓഫ് എക്സ് വൈ ഇസഡ്. ആ ഫങ്ഷൻസിനെ നമ്മൾ വേറെ ആർബിട്രറി ഫങ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതുക, എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്ന ഫോമിൽ ഒരു റിലേഷനായിട്ട് എഴുതും. അതിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ അല്ലെ ജനറൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അടുത്തത് സിംഗുലാർ ഇൻ്റഗ്രലാണ്. സംടൈംസ് വി ക്യാൻ ഒബ്റ്റെയിൻ അനദർ സൊല്യൂഷൻ by finding the envelope of a two-parameter family z equal to f of x y a b. നമുക്ക് ഒരു 2-parameter ഫാമിലി ഓഫ് കേർവ്സ് ആണ് നമ്മുടെ അതിൻ്റെ സർഫസസ് ആണ് നമുക്ക് നമ്മുടെ സൊല്യൂഷനായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ്റഗ്രലായിട്ടോ ജനറൽ സൊല്യൂഷനായിട്ടോ കിട്ടിയതെന്ന് വിചാരിക്കാം. നമ്മൾ അതിൽ നിന്നും അതിനകത്തെ ഇപ്പോൾ കംപ്ലീറ്റ് ഇൻ്റഗ്രലിനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് എ ആൻഡ് ബി ഉണ്ട്. ആ എ ആൻഡ് ബിയെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു എൻവെലപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന എൻവെലപ്പ് എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ഓഫ് ദ പി ഡി ആയിരിക്കും. അപ്പോൾ ആ സൊല്യൂഷനാണ് നമ്മൾ സിംഗുലാർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ഇൻ്റഗ്രലിനകത്തോ ജനറൽ സൊല്യൂഷൻ്റെ അകത്തോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടത്തില്ല. പകരം നമുക്ക് അതിനകത്ത് എ ബി എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻസിനെ ഇക്വേഷൻസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യുന്ന വഴി കിട്ടുന്ന എൻവലപ്പിൻ്റെ ഫോമുലയാണ്, ഇക്വേഷനാണ്. എൻവലപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിംഗുലർ സൊല്യൂഷൻ ആയിരിക്കും. സംടൈംസ് വി ക്യാൻ ഒബ്റ്റെയിൻ അനദർ സൊല്യൂഷൻ ബൈ ഫൈൻഡിങ് envelope of the two-parameter family is equal to f of x y a b. This envelope can be obtained from the two-parameter family of curves by eliminating the surface the constants a and b from the set of equations is equal to f of x y a b. എഫ് ഐ ഈക്വൽ ടു 0, എഫ് ബി ഈക്വൽ ടു 0. അതായത് ഈ കർവ് ഈ ഇക്വേഷൻ ഈ 2 പാരാമീറ്റർ ഫാമിലി ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്ത് എയും ബിയും വിത്ത് റെസ്പെക്ട് ടു എ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഈക്വൽ ടു 0 ചെയ്യുക, അല്ല വിത്ത് റെസ്പെക്ട് ടു ബി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അത് ഈക്വേറ്റിംഗ് ടു 0 ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ഓഫ് ഈ 3 ഇക്വേഷൻസിൽ നിന്നും നമുക്ക് സോൾവ് ചെയ്യുന്നത് വഴി നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അതിനാണ് സിംഗുലർ സൊല്യൂഷൻ ഓഫ് 1 എന്ന് പറയുന്നത്. Thus, a solution of PDE having no arbitrary constants which cannot be obtained from complete solution or by giving values to the general integral. ഓക്കെ, അതായത് നമുക്കൊരു പി ഡിയിൽ നിന്നും ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഇല്ലാത്ത ഒരു സൊല്യൂഷൻ, അതായത് അതിൻ്റെ കംപ്ലീറ്റ് ഇൻ്റഗ്രലിനകത്തോ ജനറൽ സൊല്യൂഷൻസിനകത്തോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാത്ത ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഇല്ലാത്ത ഒരു സൊല്യൂഷനാണ് നമ്മുടെ സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. എ സൊല്യൂഷൻ ഓഫ് ദ പി ഡി ഒബ്റ്റെയിൻഡ് ബൈ ഗിവിംഗ് സ്പെസിഫിക് വാല്യൂസ് ടു one or more arbitrary constants or arbitrary functions in the complete integral or general integral is called a particular solution. നമ്മൾ കംപ്ലീറ്റ് ഇൻ്റഗ്രലിനകത്തോ ജനറൽ ഇൻ്റഗ്രലിനകത്തോ ഫങ്ഷൻസിനോ കോൺസ്റ്റൻസിനോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സ്പെസിഫിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻസിനാണ് നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അടുത്തത് സിംഗുലർ സൊല്യൂഷൻ്റെ ഒരു നോട്ടാണ്. നമ്മൾ പറഞ്ഞു സിംഗുലർ സൊല്യൂഷൻ ഒരു സർഫസ് ഇങ്ങനെ ഒരു 2 പാരാമീറ്റർ ഫാമിലി ഓഫ് സർഫസ് കർവ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എയും ബിയും സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്താണ് നമ്മൾ എൻവലപ്പ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡാണിത്. given z equal to f of x y a b be a 2 parameter family of solutions. If we take b equal to phi of a, then we get a 1 parameter family of solutions as z equal to f of x y a phi of a. നമ്മൾ ബിയെ എയുടെ ടേംസിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. സോ ദെൻ ദ എൻവലപ്പ് ഓഫ് ദിസ് എക്സിസ്റ്റ് ഇഫ് ഒബ്റ്റെയിൻഡ് ബൈ എലിമിനേറ്റിംഗ് എ ഫ്രം ദിസ് സിസ്റ്റം ബൈ യൂസിങ് ഡോ എഫ് ബൈ ഡോ എ ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉപയോഗിച്ച് എയെ മാത്രം അപ്പോൾ എലിമിനേറ്റ് ചെയ്താൽ മതി. ബിയെ നമ്മൾ എയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. സോ നമുക്ക് എയെ എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡോ എഫ് ബൈ ഡോ എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എയെ എലിമിനേറ്റ് ചെയ്ത് എ ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തു.
സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് നമുക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ വി ഒബ്റ്റെയിൻ substituting in the complete integral we obtain an integral surface z equal to f of xy, a of xy, phi of a of xy. Such an equation solution is called a singular solution.